ഹായ് ഓൾ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ലെവൽസ് എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് എന്നതിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ടൈം വേസ്റ്റ് ചെയ്യാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ പാർട്ട് 1 വീഡിയോയിൽ നമ്മൾ വീക്ക്ലി, ഡെയിലി, 4 അവർ എന്ന് പറയുന്ന 3 ടൈം ഫ്രെയിമിൽ നമുക്ക് എങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ് നമുക്ക് മാർക്ക് ചെയ്യാം എന്ന് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീക്കിലിലോട്ട് വരുന്ന സമയത്ത് ഞാൻ എന്താണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്, പഴയ വീഡിയോ കണ്ടവർക്ക് ഇതൊരു ജസ്റ്റ് ഒരു റിവിഷൻ ആയിട്ടാവാം. ജസ്റ്റ് ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് നൽകിയിരുന്നു ഗോൾഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഈ 2 ലെവൽസ് അതിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്തു. ലാസ്റ്റ് ആയിട്ടുള്ള സ്വിങ്സ്, നെക്സ്റ്റ് ഡെയിലി ടൈം ഫ്രെയിമിലോട്ട് വന്നിട്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്വിങ്സ്, ഇത് രണ്ടും നമ്മൾ മാർക്ക് ചെയ്തു. ഫോർവേഡിലോട്ട് വന്നിട്ട് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്വിങ്സ് ആയിട്ടുള്ള ഈ ഒരു 2 സ്വിങ്സ് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ മാർക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞപ്പോൾ ഗോൾഡ് എന്നത് ഈ ഒരു പ്രൈസിലായിരുന്നു. തിരിച്ച് ഗോൾഡ് അപ്സൈഡിലോട്ട് മൂവ് ചെയ്ത് തിരിച്ച് എക്സാക്ട്ലി വീണ്ടും ആ ഒരു പ്രൈസിലോട്ട് ഗോൾഡ് വന്നതിന് ശേഷം ഗോൾഡ് ഒരു ബൗൺസ് അപ്സൈഡിലോട്ട് തരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഇതിൻ്റെ ഷോർട്ട് ടൈം ഫ്രെയിമിലോട്ട് പോകാം. എനിക്ക് തോന്നുന്നത് ആ ഡേ തന്നെയാണ്, പറഞ്ഞതിന് മിസ്റ്റേക്ക് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിനി 2 അവറിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ സെയിം കാര്യമാണ് നമ്മൾ ഇനിയും നോക്കാനായിട്ട് പോകുന്നത്. നമ്മൾക്ക് 4 അവറിൽ കിട്ടിയ റേഞ്ചിനെ മാത്രമേ നമ്മളിനി 2 അവറിലോട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നുള്ളൂ. അപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എന്താണ്, ഇവിടം തൊട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വീണ്ടും ജസ്റ്റ് ഒന്ന് സ്ട്രക്ചർ എന്ത് ചെയ്യാം, മാപ്പ് ചെയ്യാം. അപ്പോൾ സ്ട്രക്ചർ മാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും, ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ഡൗൺ സൈഡിലോട്ട് വന്നു, വീണ്ടും അപ്പ് സൈഡിലോട്ട് പോയി, ഡൗൺ സൈഡിലോട്ട് വന്നു, വീണ്ടും അപ്പ് സൈഡിലോട്ട്. സോറി ഫോർ ഇൻ്ററപ്റ്റിങ്. അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ശ്രമിക്കുക. ഇത് പറയാനായിട്ട് ഞാൻ വിട്ടുപോയി. നമ്മുടെ ടെലിഗ്രാം ചാനലിലാണെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ എടുക്കുന്ന എൻട്രീസിൻ്റെ അപ്ഡേറ്റ് നമ്മൾ ഈ ഒരു ഗ്രൂപ്പിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ അവിടെ നിങ്ങൾക്ക് ഈ ഒരു ചാനലിൽ ലിങ്ക് ഉണ്ട്. ആ ഒരു ചാനലിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡയറക്റ്റ് നമ്മൾ എൻട്രീസ് ഷെയർ ചെയ്യുന്ന ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ഓൾമോസ്റ്റ് ഒരു 4-5 ഡേയ്സ് ആയിട്ട് നമ്മൾ എൻട്രീസ് എടുക്കുന്നുണ്ട്. നമ്മൾ ടോട്ടൽ ഇപ്പോൾ ഒരു 7% അപ്പാണ്. അപ്പോൾ ഞാൻ ഒരു 1 മന്ത് വരെ ഇതിങ്ങനെ കൊണ്ടുപോകാനായിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് ഞാൻ കൊണ്ടുപോകുന്നത്. പ്രോഫിറ്റോ ലോസോ കാര്യങ്ങളോ ഒന്നും ഞാൻ അങ്ങനെ കാണിക്കുന്നില്ല. ഞാൻ എടുക്കുന്ന എൻട്രീസും അതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു മാർക്കറ്റ് റിപ്പോർട്ട് ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ബാക്കി പോയി വീഡിയോസ് കാണാം. അതിനോടൊപ്പം തന്നെ ഒരു പെന്നും പേപ്പറും എടുത്ത് വേണം ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മാർക്ക് ചെയ്ത് വേണം നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കേണ്ടത്. ദാറ്റ്സ് ഓൾ. അങ്ങോട്ട് പോയി ഈ ഒരു ലോയെ മാർക്കറ്റ് ടേക്ക് ചെയ്ത് ഈ ഒരു ഏരിയ വീണ്ടും ഡൗൺ സൈഡിലോട്ട് വന്നു. അതിനുശേഷം എന്ത് ചെയ്തു, വീണ്ടും മാർക്കറ്റ് ഈ ഒരു ഏരിയയിലോട്ട് വന്നതിന് ശേഷം മാർക്കറ്റ് ഈ ഒരു രീതിയിലേക്കുള്ള മൂവ്മെൻ്റാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു 2 ഏരിയാസിനെ വേണമെങ്കിൽ ഈ ഒരു ഏരിയ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഹൈയെ തന്നെ നമുക്ക് എടുക്കാം. അപ്പോൾ ഈ ഒരു ഹൈയെ നമുക്ക് എടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, മാർക്കറ്റ് ഈ ഒരു രീതിയിലുള്ളൊരു സ്ട്രക്ചർ ഷിഫ്റ്റ് നമുക്ക് തന്നെന്ന് നമുക്ക് വെക്കാം. അപ്പോൾ നമ്മൾ ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് അപ്പോൾ ഡ്രോ ചെയ്യാൻ പോകുന്ന ലെവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്വിങ് ആയിരിക്കും. അതിനോടൊപ്പം തന്നെ ഈ ഒരു ലെവൽ ഓൾറെഡി ഡ്രോ ചെയ്തത് കൊണ്ട് തന്നെ നമുക്ക് ഇനി അത് എടുത്തിന് ഡ്രോ ചെയ്യേണ്ട കാര്യം നമ്മൾ കാണുന്നില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്തു, നമുക്ക് 2 അവറിലോട്ടും നമുക്ക് ഈ ഒരു ലെവൽസ് നമുക്ക് കിട്ടി. അപ്പോൾ ഇനി നമ്മൾ നോക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 അവർ 30 മിനിറ്റ്സ് 50 മിനിറ്റ്സിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് ഡെയിലി 4 അവർ 2 അവറിലെ ഫെയർ വാല്യൂ ഗ്യാപ്സിനെ നമുക്ക് നോക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്സിൽ എങ്ങനായിരിക്കും മാർക്കറ്റ് റിയാക്ട് ചെയ്യാൻ പോകുന്നത് എന്നത് ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഫെയർ വാല്യൂ ഗ്യാപ്പ് എല്ലാവർക്കും എന്താണെന്നറിയാം. ഫെയർ വാല്യൂ ഗ്യാപ്പിനെ പറ്റി ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ചാനൽ ചെക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഇത് ഒരു 4 അവറിലെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ആണെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക.
അപ്പോൾ 4 ഹവറിലെ ഫെയർ വാല്യൂ ഗ്യാപ്പുകളെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ഈ ഒരു രീതിയിലുള്ള ക്യാൻഡിൽ, നെക്സ്റ്റ് ഈ ഒരു രീതിയിലുള്ള ക്യാൻഡിൽ, ജസ്റ്റ് ഡ്രോ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെയുള്ള ക്യാൻഡിലാണ്, ഇതൊരു ജസ്റ്റ് ഈ ലൈൻസ് നമുക്ക് വായിച്ചിട്ട് ഞാൻ പറയാം. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ക്യാൻഡിൽസ് ആണ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഫെയർ വാല്യൂ ഗ്യാപ്പ് എങ്ങനെ ഡ്രോ ചെയ്യാനായിട്ട് പറ്റും? നമുക്ക് ഫസ്റ്റ് ക്യാൻഡിൽ, ഈ ഒരു ക്യാൻഡിലിൻ്റെ ലെവലും ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈയും. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെയർ വാല്യൂ ഗ്യാപ്പ് എപ്പോഴൊക്കെയാണോ ഫെയിൽ ആകുന്നത് ആ ഒരു ഏരിയാസിനെ ആയിരിക്കും നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. എപ്പോഴൊക്കെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫെയിൽ ആവുന്നു, ഇവിടെ നമുക്ക് എന്ത് ചെയ്തു, ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ എക്സ്പ്ലനേഷനിൽ ഞാൻ പറഞ്ഞ എന്താണ്, നമുക്ക് ഫെയർ വാല്യൂ ഗ്യാപ്പിലോട്ട് വന്നതിന് ശേഷം തിരിച്ച് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്താൽ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഈ ഒരു ഹൈയെ ടേക്ക് ചെയ്തുകൊണ്ട് പോകും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ നമുക്ക് വെക്കാം. പക്ഷേ ഇവിടെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫെയിൽ ആവുകയാണെങ്കിൽ തേർഡ് ക്യാൻഡിൽ താഴെ ജസ്റ്റ് 4 ഹവറിനെ നമ്മൾ എന്ത് ചെയ്യുക, 2 ഹവറിലോട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം അവിടുത്തെ ക്യാൻഡിലിൻ്റെ ലോയെ നമുക്കൊരു ടാർഗറ്റായിട്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് അതിനൊരു ഡൗട്ടും കാര്യങ്ങളും വന്നതായിട്ട് സ്വാഭാവികമാണ്. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം, ജസ്റ്റ് ആ ഒരു കാര്യം ഞാൻ നിങ്ങളെ ചാർട്ടിൽ കൊണ്ടുവന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ 4 ഹവറിലെ ചാർട്ടിലോട്ട് നമ്മൾ വന്നു. 4 ഹവറിലെ ചാർട്ടിൽ വന്ന സമയത്ത് ജസ്റ്റ് ഒരു ഓക്കെ, നമുക്ക് ഈ ഒരു 3 ക്യാൻഡിൽസിനെ നോക്കുന്ന സമയത്ത് 4 ഹവറിലെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പാണിട്ട് നമുക്കറിയാം. കളർ നിങ്ങൾക്ക് കുറച്ചുകൂടി കാണാൻ വേണ്ടിയിട്ട് വേറൊരു കളറാക്കാം. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് 4 ഹവറിലെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഫസ്റ്റ് ടൈം മാർക്കറ്റ് എന്ത് ചെയ്തു, ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിനെ 2 ടൈംസ് റെസ്പെക്ട് ചെയ്തു. അപ്പോൾ ഇതൊന്നും നമ്മളിനി നോക്കുന്നില്ല. നമ്മൾ നോക്കാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫെയിലായത് എവിടെയാണെന്ന് നോക്കുന്നു. അപ്പോൾ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫെയിലായ ഏരിയ ഏതാണ്? ഈ ഒരു ലെവലും ഫെയർ വാല്യൂ ഗ്യാപ്പ് ടേക്ക് ചെയ്തപ്പോൾ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫെയിലായി. കാരണം ഡൗൺ സൈഡിലോട്ട് വരുമ്പോൾ ഇങ്ങനൊരു റിജക്ഷനാണ് നമുക്കിവിടെ എക്സ്പെക്ട് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫെയിലായി. അപ്പോൾ ഈ ഒരു ഫെയിലായ പോയിന്റിൽ നിന്ന് ഞാൻ എന്താണ് പറഞ്ഞത്, ഈ ഒരു ക്യാൻഡിലിനെയും കൂടി നമുക്ക് ജസ്റ്റ് ഡ്രോ ചെയ്ത് വെക്കാം. ഫെയിലായ ക്യാൻഡിലിൻ്റെ ജസ്റ്റ് 2 ഹവറിലോട്ട് വരിക. 2 ഹവറിലോട്ട് വന്നതിന് ശേഷം ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. പക്ഷേ 2 ഹവറിലെ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു ലെവലാണ്. അപ്പോൾ നമ്മളൊരു 5 മിനിറ്റിലോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ലെവൽ മാർക്കറ്റ് ടേക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കതൊരു മൈന്യൂട്ട് ലെവലായിട്ട് തോന്നും. പക്ഷേ ക്ലിയർ കട്ടായിട്ട് വളരെ പെട്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ 4 ഹവർ ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോൾ, പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി കാണാനായിട്ട് ശ്രമിക്കുക. 4 ഹവർ ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഈ 4 ഹവറിൻ്റെ തൊട്ട് താഴത്തതിൻ്റെ ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ മുകളിൽ ഏത് ക്യാൻഡിലാണോ ആ ഒരു ക്യാൻഡിലിൻ്റെ ഹൈയെ വളരെ പെട്ടെന്ന് തന്നെ ഇത് ടേക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് എത്ര പോയിൻറ്റ്സ് നമുക്ക് ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റും? ഇത് വളരെ സ്മോൾ ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണ്, പക്ഷേ 10 പോയിൻറ്റ്സ് ആണ്. പക്ഷേ നമുക്ക് ഇതൊരു എൻട്രി ക്രൈറ്റീരിയ ആയിട്ട് ഞാൻ പറയുന്നില്ല. ഇതിനെ നിങ്ങൾക്ക് നിങ്ങളെ വേറെ ഏതെങ്കിലുമൊക്കെ എൻട്രീസുമായിട്ട് കോറിലേറ്റ് ചെയ്ത് നിങ്ങൾക്കിപ്പോൾ ഒരു EMA ആയിട്ടോ അല്ലെങ്കിൽ ഒരു 50-20 EMA ആയിട്ടോ അല്ലോ നിങ്ങൾ സ്ട്രാറ്റജി ആയിട്ട് നിങ്ങൾ കോറിലേറ്റ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് തന്നെ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാം. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ടൈംസിലും ഇങ്ങനൊരു കാര്യം നമുക്ക് കാണാനായിട്ട് പറ്റും. 4 ഹവറിലെ ഫെയർ വാല്യൂ ഗ്യാപ്പ് വരയ്ക്കും. അതേപോലെ തന്നെയാണ് 2 ഹവറിലെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഈ ബ്രേക്ക് ചെയ്ത് ഇങ്ങനെ പോവുകയാണെങ്കിൽ നെക്സ്റ്റ് 1 ഹവറിലെ ക്യാൻഡിലോട്ട് പെട്ടെന്ന് തന്നെ ഒരു ടാപ്പ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. എവിടെയെങ്കിലും നിങ്ങൾക്ക് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫെയിൽ ആവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നു? നമുക്ക് വേണ്ട ഈ ഒരു ഏരിയയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ഇതൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ആയിരുന്നു. അതിനുശേഷം എന്ത് ചെയ്തു, നിങ്ങൾ ഫെയർ വാല്യൂ ഗ്യാപ്പിനെ ടാപ്പ് ചെയ്ത് എടുത്തു, ഓർഡേഴ്സ് ഫില്ലായി, അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ നോക്കണ്ട.
ഫെയർ വാല്യൂ ഗ്യാപ്പിൽ ടാപ്പ് ചെയ്ത് ഫെയർ വാല്യൂ ഗ്യാപ്പ് എപ്പോൾ ബ്രേക്ക് ചെയ്യുന്നു ആ ഒരു ടൈമിൽ നമുക്ക് ഈ ഒരു 4 ഹവറിന് മുന്നേ നമ്മൾ 2 ഹവറിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുന്നു, ഈ ഒരു ഏരിയയിലോട്ട് ഇവിടെ നിന്ന് സഡൻ ആയിട്ട് നമുക്ക് ഈ ഒരു ഏരിയയിലോട്ട് നമുക്ക് എന്ത് ചെയ്തു, നമുക്കൊരു ടാർഗറ്റ് കിട്ടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു ഏരിയയിലോട്ട് നമുക്ക് സഡനായിട്ട് നമ്മളൊരു 5 മിനിറ്റിലോട്ട് ഇട്ട് പോയി കഴിഞ്ഞാൽ വളരെ ഈസിലി കണ്ടില്ലേ, ഈ ഒരു ലെവലിൽ നിന്ന് ഷാർപ്പായിട്ട് പടയെ നമുക്കൊരു മൂവ് ആ ഒരു ഏരിയയിലോട്ട് കാണാനായിട്ട് സാധിക്കും. അതേപോലെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഏരിയാസ് നിങ്ങൾക്ക് നോക്കാം. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് റിമൂവ് ചെയ്യാം. നിങ്ങൾക്ക് തന്നെ ഇനി എന്ത് ചെയ്യാം, ഈ ഒരു ഏരിയാസ് കണ്ടില്ലേ, ഇതൊരു ഡൗൺ സൈഡ് എക്സാമ്പിൾ, ഇതൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ആയിരുന്നു. ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. പിന്നെ ഈ ഒരു ക്യാൻഡിലിൻ്റെ ഉള്ളിൽ എവിടെയാണോ നെക്സ്റ്റ് 2 ഹവറിൽ വരുന്നത് അവിടോട്ട് നോക്കി കഴിഞ്ഞാൽ സഡനായിട്ട് ടാർഗറ്റ്സ് ഹിറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഹവറിൽ നമുക്ക് എങ്ങനെ മാർക്ക് ചെയ്യാം. നമ്മൾ 2 ഹവറിൽ ലാസ്റ്റ് മാർക്ക് ചെയ്തത് ഈ ഒരു സ്വിങ്ങും മാർക്ക് ചെയ്തു. അതിനോടൊപ്പം തന്നെ 4 ഹവറിലെ ഫെയർ വാല്യൂ ഗ്യാപ്സിനെ നമ്മൾ നോക്കി. അതിനുശേഷം 4 ഹവറിലെ ഫെയർ വാല്യൂ ഗ്യാപ്സ് നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം എപ്പോഴൊക്കെയാണോ അതിനെ ബ്രേക്ക് ചെയ്യുന്നത്, ആ ഫെയർ വാല്യൂ ഗ്യാപ്പിനെ ഫെയിൽ ചെയ്യുന്നത്, അപ്പോൾ 4 ഹവറിലെ തൊട്ട് താഴത്തെ ആയിട്ടുള്ള 2 ഹവറിൽ നമുക്ക് ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ തൊട്ട് മുകളിലുള്ളത്, ഇപ്പോൾ ഒരു ഡൗൺ സൈഡിലോട്ടുള്ള ഫെയർ വാല്യൂ ഗ്യാപ്പ് ആണെങ്കിൽ അത് ഫെയിൽ ആവുന്നത് എങ്ങനെയാണ്, അപ്പ് സൈഡിലോട്ടാണ്. അപ്പോൾ അപ്പ് സൈഡിലോട്ട്, ഇപ്പോൾ ഇതൊരു ഡൗൺ സൈഡിലോട്ടുള്ള ഫെയർ വാല്യൂ ഗ്യാപ്പ് ആയിരുന്നു, ഇതെപ്പോൾ ഫെയിലായി അപ്പ് സൈഡിലോട്ട് പോയപ്പോൾ. അപ്പോൾ നമുക്ക് ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്ത ക്യാൻഡിലിൻ്റെ ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ 2 ഹവറിലോട്ട് പോയതിന് ശേഷമുള്ള ഹൈയെ നമ്മൾ നോക്കുന്ന സമയത്ത് ആ ഒരു ഹൈയിലോട്ട് വളരെ പെട്ടെന്ന് തന്നെ അത് എത്തുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റി. ഇത് റിയൽ ടൈമിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. നിങ്ങൾ എപ്പോഴൊക്കെ നിങ്ങൾ ഈ ഒരു മാർക്കറ്റിൽ ഇരിക്കുന്ന സമയത്ത്, മാർക്കറ്റ് റണ്ണിങ് ആയിരിക്കുന്ന സമയത്ത് കണ്ടില്ലേ, ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ആയിരുന്നു. ഈ ഒരു ഇപ്പോൾ മാർക്കറ്റിൽ നടന്നൊരു ഏരിയ സെനറിയാണ്. ഇതൊരു ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിനെ എന്ത് ചെയ്തു, മാർക്കറ്റ് ടാപ്പ് ചെയ്തു. കണ്ടാൽ മനസ്സിലാവും. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിനെ നമുക്ക് എക്സ്റ്റെൻഡ് ടു റൈറ്റ്. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വീണ്ടും വരുന്നതിൻ്റെ ഹൈ ഏതാണ്, നമുക്ക് 2 ഹവറിലാണ് ഇത് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 1 ഹവറിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഫെയർ വാല്യൂ ഗ്യാപ്പ് ജസ്റ്റ് നോക്കാം. 1 ഹവറിൽ പിന്നെ നമുക്ക് വരുന്ന സഡൻ ടാർഗറ്റ് ഏതാണ്, നമുക്ക് വരുന്ന നെക്സ്റ്റ് ടാർഗറ്റ് ഈ ഒരു ലെവലാണ്. കണ്ടില്ലേ, ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് ആ ഒരു ലെവലിലോട്ട് നമ്മൾ 5 മിനിറ്റിലെ ഒരു ടൈം ഫ്രെയിം ഇട്ടാലും കണ്ടില്ലേ, സഡനായിട്ട് നമുക്ക് ഇത്രയും ബ്യൂട്ടിഫുള്ളി നമുക്ക് വേറെ പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള ലെവൽസിനെ ഒന്നും മാർക്കറ്റ് ടേക്ക് ചെയ്യാതെ സഡനായിട്ട് മാർക്കറ്റ് ഈ ഒരു ലെവലിലോട്ട് വരുന്നതായിട്ട് കാണാനായിട്ട് പറ്റി. അപ്പോൾ ഇവിടെ പോയിട്ട് നിങ്ങൾക്ക് ബ്ലൈൻഡായിട്ട് ട്രേഡ്സോ കാര്യങ്ങളോ പഞ്ച് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇങ്ങനൊരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് കൊണ്ടുവരാം. അപ്പോൾ ട്രേഡിങ്ങിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇത് തന്നെയാണ്. ഇപ്പോൾ ഇങ്ങനൊരു കാര്യം നിങ്ങൾ വേറെ എവിടെയും കേട്ടിട്ടുണ്ടായിരിക്കത്തില്ല. കാരണം ഇനി അഥവാ ആരെങ്കിലും ഇത് ഫൈൻഡ് ഔട്ട് ചെയ്ത് പറഞ്ഞോന്ന് എനിക്കറിഞ്ഞില്ല. പക്ഷേ ഇത് ഞാൻ ചാർട്ട് നോക്കിയിരുന്ന ടൈമിൽ എനിക്ക് കണ്ടെത്താൻ പറ്റിയൊരു കാര്യമാണ് ഇങ്ങനൊരു കണ്ടീഷൻ. ഇതേപോലെ പല കണ്ടീഷൻസ് നിങ്ങളുടെ കയ്യിൽ തന്നെ കാണും. അപ്പോൾ അതിനെ തന്നെ നിങ്ങൾ കുറച്ചും കൂടി ഷാർപ്പനാക്കി എടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റി, നമുക്ക് കുറച്ച് ലെവൽസ് ആ ഒരു രീതിയിൽ കാണാനായിട്ട് പറ്റി. അപ്പോൾ നമ്മൾ ആ ഒരു ലെവൽസിനെയും കൂടി എന്ത് ചെയ്യുക, നമ്മൾ നെക്സ്റ്റ് ഡേയ്സിലോട്ട് നമ്മൾ വരുമ്പോൾ നമ്മൾ അതിനും കൂടി ജസ്റ്റ് മാർക്ക് ചെയ്യാനായിട്ട് ചെയ്യുക. കാരണം ഫെയർ വാല്യൂ ഗ്യാപ്പുകളെയും കൂടി ഇപ്പം നമുക്ക് ഈ ഒരു ഏരിയയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇനി ഇങ്ങനെ ഇവിടെ അങ്ങനെ ഫെയർ വാല്യൂ ഗ്യാപ്സ് ഒന്നും കാണുന്നില്ല. വേണമെങ്കിൽ നമുക്ക് ഇതിനെ മാർക്ക് ചെയ്തിടാം. ഇതൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് എപ്പോഴാണോ ഇത് ഇവിടെ ബ്രേക്ക് ചെയ്യുന്നത്, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ക്യാൻഡലിൻ്റെ താഴെയുള്ള ലെവലിലോട്ട് മാർക്കറ്റ് എത്താം എന്നുള്ളൊരു ബയാസ് നമുക്ക് ബിൽഡ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് 4 ഹവറിലെ ഫെയർ വാല്യൂ ഗ്യാപ്സ് കൂടി മാർക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ എങ്ങും അധികം 4 ഹവറിലൊന്നും ഫെയർ വാല്യൂ ഗ്യാപ്സ് കാണുന്നില്ല. എന്നാലും നമുക്ക് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്സിനെ നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം. അതേപോലെ 2 ഹവർ നോക്കുന്ന സമയത്ത് കണ്ടില്ലേ, ഇവിടെ നമുക്കൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കാണാനായിട്ട് പറ്റി. എപ്പോഴാണോ മാർക്കറ്റ് ഈ ഒരു ലോയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തത്, നമുക്കപ്പോൾ എന്ത് ചെയ്യാം, 1 ഹവറിലോട്ട് വരാം. ജസ്റ്റ് അതും കൂടി ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ വന്നു, ഇതിൻ്റെ ലോയെ ബ്രേക്ക് ചെയ്ത് ഈ ഒരു പോയിന്റ് 1 ഹവറിലോട്ട് വരുമ്പോഴത്തേന് ഈ ലോയെ ബ്രേക്ക് ചെയ്ത് നമ്മുടെ ഈസി ടാർഗറ്റ് നമുക്ക് എവിടെ വെക്കാം, അല്ലെങ്കിൽ
മാർക്കറ്റ് നെക്സ്റ്റ് ഇനി ആ ഒരു ലെവലിലോട്ടാണ് വരാൻ പോകുന്നതെന്നുള്ള ടാർഗറ്റ് നമുക്ക് ഇവിടെ വെക്കാം. ഈ ഒരു ലെവലിലോട്ട് നമുക്ക് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് വളരെ മൈന്യൂട്ട് പോയിന്റ്സ് ആണ്. അപ്പോൾ ഇതിനെ ഒന്നും നിങ്ങൾ ഇത്രയും മൈന്യൂട്ടല്ലേ, ചില ഏരിയസിലൊക്കെ നമുക്ക് നല്ല ഒരു പോയിന്റ്സ് കിട്ടും. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസിലി ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പോയിന്റ്സും കൂടിയാണ്. ബ്ലൈൻഡ്ലി ക്യാപ്ചർ ചെയ്യാതിരിക്കുക. ബ്ലൈൻഡ്ലി എന്ന് പറഞ്ഞാൽ ഈ ഒരു കണ്ടീഷൻ മാത്രം വെച്ചിട്ട് നിങ്ങൾ ചെയ്യാതിരിക്കുക. അപ്പോൾ വീഡിയോ വീണ്ടും ലോങ് ആവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് 2 ഹവറിൻ്റെയും 1 ഹവറിൻ്റെയും കൂടി കാര്യങ്ങൾ ഈ ഫെയർ വാല്യൂ ഗ്യാപ്സിനെ കുറിച്ച് നമ്മൾ നോക്കി. വീക്ക്ലി ഡെയിലി 4 ഹവറിലെ സ്വിങ്സ് നമ്മൾ മാർക്ക് ചെയ്തു. 4 ഹവർ 2 ഹവർ 1 ഹവറിലെ ഫെയർ വാല്യൂ ഗ്യാപ്സിനെ നമ്മൾ അനലൈസ് ചെയ്തു. ഇനിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഹവർ 30 മിനിറ്റ്സ് 15 മിനിറ്റ് ആണ്. 5 മിനിറ്റും 3 മിനിറ്റും നമുക്ക് എൻട്രി എടുക്കുന്നതാണ്. അത് നിങ്ങൾക്ക് നമ്മുടെ ചാനലിലിട്ട് ഏതെങ്കിലും ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നിങ്ങളുടേതായ സ്ട്രാറ്റജി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് 13 മിനിറ്റ് ഒരു 1 ഹവർ 30 മിനിറ്റ്സ് 15 മിനിറ്റ്സ് ആ ഒരു കാര്യം കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. റോഡ് ടു 1K ആണ്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനൽ ഇട്ടിട്ടുണ്ട്, അവിടെ നിങ്ങൾ ജോയിൻ ചെയ്യാനായിട്ട് കൂടി ശ്രമിക്കുക. അതിനോടൊപ്പം തന്നെ നമ്മൾ എൻട്രി എടുക്കുന്ന ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഗ്രൂപ്പിൽ ഞാൻ എടുക്കുന്ന എല്ലാ എൻട്രീസും ഇടുന്നുണ്ട്. ഓൾമോസ്റ്റ് ഒരു 1 വീക്ക് അടുപ്പിച്ചാവാറായി. നമ്മൾ എൻട്രീസ് ഇട്ട് തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ April 30th. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഒരു എത്ര എൻട്രി, ഓൾമോസ്റ്റ് ഒരു 4 എൻട്രീസ് എങ്ങാണ്ട് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അല്ല 3 എൻട്രീസ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇന്നത്തെ ഡേ ഒന്നും നമ്മുടെ എൻട്രി ഒന്നും മാർക്കറ്റ് ട്രിഗർ ആക്കിയിട്ടില്ല. ഇന്നലെ നമുക്ക് നോ എൻട്രി ഡേ ആയിരുന്നു. അതിൻ്റെ തൊട്ട് മുന്നത്തെ ദിവസം നമുക്കൊരു സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു. അതിന് മുന്നത്തെ ദിവസം നമുക്ക് ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. അതിനോടൊപ്പം തന്നെ അതിന് മുന്നത്തെ ദിവസവും നമുക്ക് ടാർഗറ്റ് ഹിറ്റ് ചെയ്തായിരുന്നു. ഫസ്റ്റ് ഡേ നമുക്ക് സ്റ്റോപ്പ് ലൂസ് ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇപ്പം നമ്മൾ ഓവറോൾ ഒരു 7% നമ്മൾ അപ്പാണ്. അപ്പോൾ ജോയിൻ ചെയ്യാനായിട്ടുള്ളവർ ജോയിൻ ചെയ്യുക, നമുക്ക് കൂടെ ട്രേഡ് ചെയ്യാം. പക്ഷേ എപ്പോഴും നിങ്ങൾ ഞാൻ ഇട്ടേക്കുന്ന കണ്ടീഷൻസ് വായിക്കുക. 1 to 2% ഓഫ് യുവർ ക്യാപിറ്റൽ മാത്രമേ നിങ്ങൾ റിസ്ക് ചെയ്യാവൂ. കറക്റ്റായിട്ട് വേണം ട്രേഡ് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ദാറ്റ്സ് ഓൾ.